പാരസൈറ്റിക് പ്രോട്ടിസ്റ്റിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന പാരസൈറ്റ് ട്രിപ്പനോസോമ. ദ നെയിം ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ്. ട്രിപ്പനോസോമ എന്ന് പറയുന്ന പേര് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. ട്രിപ്പനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറർ എന്നും സോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി എന്നുമാണ്. അപ്പം നമ്മളുടെ ബോഡിയെ ബോർ ചെയ്ത് അല്ലെങ്കിൽ പിയേഴ്സ് ചെയ്ത് ഉള്ളിൽ ചെന്ന് ബ്ലഡിൽ ജീവിക്കുന്നവരായതുകൊണ്ടാണ് നമ്മൾ അവരെ എന്തെന്ന് വിളിക്കുന്നത്, ട്രിപ്പനോസോമൻസ് എന്ന് വിളിക്കുന്നത്. They are unicellular flagellate protozoans and have corkscrew-like motion. കോക്സ്ക്രൂ പോലെ മൂവ് ചെയ്യുന്ന യൂണിസെല്ലുലാർ ആയിട്ടുള്ള സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോവൻസ് ആണ്. നീഡ് മോർ ദാൻ വൺ ഹോസ്റ്റ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ആയിരിക്കും അവർക്ക്. ഓഫൺലി ട്രാൻസ്മിറ്റഡ് ബൈ എ വെക്റ്റർ, ജനറലി ഫൗണ്ട് ഇൻ ഇൻറ്റസ്റ്റൈൻ ബട്ട് സം ടൈം ഫൗണ്ട് ഇൻ ബ്ലഡ് സ്ട്രീം ഓർ ഇൻ ഹാർട്ട്. അപ്പോൾ ഈ ട്രിപ്പനോസോമൻസിനെ ഒരു ഹോസ്റ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റലിലേക്ക് ക്യാരി ചെയ്യാനായിട്ടൊരു വെക്ടറിനെ ആവശ്യമുണ്ട്. അതുപോലെ ഇവരെ പൊതുവായിട്ട് ഇൻറ്റസ്റ്റൈനിലാണ് കാണുന്നത്, പക്ഷേ ചില സമയത്ത് നമുക്ക് അവരെ ബ്ലഡ് സ്ട്രീമിലും ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ട്രിപ്പനോസോമ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ വേൾഡ്, മെയിൻലി ഫൗണ്ട് ഇൻ ആഫ്രിക്കൻ കൺട്രീസ്. ആഫ്രിക്കൻ കൺട്രീസിലാണ് കൂടുതലായിട്ട് കാണുന്നത്, പക്ഷേ വേൾഡ് വൈഡ് നമുക്ക് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ കാണാറുണ്ട്. ഇതൊരു ബ്ലഡ് സ്ട്രെയിൻ എടുത്തിട്ട് ബ്ലഡിൻ്റെ ഇതിനകത്ത് ട്രിപ്പനോസോമൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണിച്ചിരിക്കുന്നതാണ്. റൗണ്ടായിട്ട് കാണുന്നത് RBCയും ഈ കാണുന്നതൊക്കെ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസാണ്. അതിൻ്റെ ഇടയിൽ ഈ ഇലോങ്ങേറ്റഡ് ആയിട്ട് കാണുന്നതാണ് ട്രിപ്പനോസോമയുടെ പാരസൈറ്റ്. ഈ ലൈഫ് സ്റ്റേജസിൽ ആയിട്ട് 4 സ്റ്റേജസാണ് ട്രിപ്പനോസോമയ്ക്കുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തേനകത്ത് ഒട്ടും തന്നെ ഫ്ലജല്ല ഇല്ല, അത് മാസ്റ്റിക്കോട്ട് എന്നറിയപ്പെടുന്നു. ഇതിലൊരല്പം കൂടെ വന്നിട്ടുണ്ട്, അതിനെ പാരാമാസ്റ്റിക്കോട്ടെന്നും. ഇത് സെല്ലും അല്പം ഇലോങ്ങേറ്റഡായി അല്പം ഫ്ലജല പുറത്തേക്ക് വരികയും ചെയ്തു, അതിനെ പ്രോമാസ്റ്റിക്കോട്ട് എന്ന് പറയും. ഇതിപ്പോൾ ഫ്ലജലയുടെ ലൊക്കേഷൻ അല്പം മാറി, കണ്ടോ, മറ്റേത് ആൻറ്റീരിയർ ടിപ്പിൽ നിന്ന് വന്നെങ്കിൽ ഇതിപ്പം ഒരു വശത്തു നിന്നായി. ആ കണ്ടീഷനെ എപ്പിമാസ്റ്റിക്കോട്ട് എന്നും. ഈ ഫൈനൽ ഇലോങ്ങേറ്റഡ് സെല്ലിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ ആൻഡുലേറ്റിംഗ് മെമ്പറൈൻ്റെ സൈഡിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഫ്ലജലയുള്ള കണ്ടീഷനെ നമ്മൾ ട്രിപ്പോമാസ്റ്റിക്കോട്ട് എന്നും വിളിക്കുന്നു. ലൈഫ് സൈക്കിൾ നോക്കാനാണെങ്കിൽ ഇൻഫെക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ഹോസ്റ്റ് ഒക്കേഴ്സ് വെൻ എ സേസേ ഫ്ലൈ. അപ്പോൾ ഇവിടുത്തെ വെക്റ്റർ ആരാ? സേസേ ഫ്ലൈ കേട്ടോ. ബൈറ്റ്സ് എ ഹ്യൂമൻ ആൻഡ് ട്രാൻസ്മിറ്റ്സ് ഫ്രം സലൈവറി ഗ്ലാൻഡ്സ് ദ മെറ്റാസൈക്ലിക് സ്റ്റേജ്, ദ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് ദ ട്രിപ്പനോസോം. അപ്പോൾ ആദ്യം എന്താ സംഭവിക്കുന്നത്, ഒരു സേസേ ഫ്ലൈ വന്ന് ഹ്യൂമൻ ബീങ്ങിനെ കടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സലൈവറി ഗ്ലാൻഡിലെ മെറ്റാസൈക്ലിക് സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരെ എവിടെ എത്തും? ഹ്യൂമൻ ബോഡിയുടെ അകത്തേക്ക് എത്തും. ദിസ് മെറ്റാസൈക്ലിക് സ്റ്റേജ് ക്വിക്ലി ഗിവ്സ് വേ ടു ബ്ലഡ് ബോണ്ട് സ്റ്റേജ് ദാറ്റ് ബിഗിൻസ് എ സീരീസ് ഓഫ് ബൈനറി ഫിഷൻ ഡിവിഷൻസ് അറ്റ് ദ സൈറ്റ് ഓഫ് ഇനോക്കുലേഷൻ. ദിസ് പ്രോസസ് ലീഡ്സ് ദ ഫോർമേഷൻ ഓഫ് എ പ്രൈമറി ചാൻസർ. അതിനുശേഷം ഈ മെറ്റാസൈക്ലിക് സ്റ്റേജ് പെട്ടെന്ന് ബൈനറി ഫിഷനൊക്കെ നടത്തിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന അതിനാണ് പ്രൈമറി ചാൻസർ എന്ന് പറയുന്നത്. അത് വളരെ പെട്ടെന്ന് ഹ്യൂമൻ്റെ ബോഡിയിൽ അത് ചെയ്തെടുക്കും. The trypanosomes enter the bloodstream via the lymphatics and continue to multiply. They also enter the CNS, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക്, ബ്ലഡ് സ്ട്രീമിൽ നിന്ന് പയ്യെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകും. Subsequent sessile fly becomes infected by ingesting a blood meal that contains the trypanosomes from the infected host. ഈ സമയത്ത് ഹ്യൂമൻ ബീങ്ങിൻ്റെ ബ്ലഡിൽ മുഴുവൻ എന്തുണ്ട്? ട്രിപ്പനോസോമയുണ്ട്. അപ്പോൾ ആ സമയത്ത് സേസേ ഫ്ലൈ വന്ന് ഹ്യൂമൻ ബീങ്ങിനെ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഇൻഫെക്റ്റഡ് അല്ലാത്ത സേസേ ഫ്ലൈയുടെ ബോഡിയുടെ ഉള്ളിലേക്ക് ട്രിപ്പനോസോംസ് എൻ്റർ ചെയ്യും. ഇൻ ദ ഗട്ട് ഓഫ് ഫ്ലൈ ദ ട്രിപ്പനോസോംസ് ട്രാൻസ്ഫോം ഇൻ ടു പ്രോസൈക്ലിക് ട്രിപ്മാസ്റ്റിക്കോട്സ് ദ ഡിവൈഡ്സ് ഫോർ 10 days. ഇപ്പോൾ ഗട്ടിലേക്ക് സേസേ ഫ്ലൈയുടെ ഗട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സ്റ്റേജ് ഏതാവും? പ്രോസൈക്ലിക് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് മാറും. അത് ഒരു 10 ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്യും. ദ ഓർഗാനിസംസ് ദെൻ മൈഗ്രേറ്റ് ടു ദ സലൈവറി ഗ്ലാൻഡ്. അവിടെ ചെന്നിട്ടാണ് എപ്പിമാസ്റ്റിക്കോട്ട് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് ഇനിഷ്യലി മാറിയിട്ട് പിന്നീട് മെറ്റാസൈക്ലിക് ട്രിപ്പനോസോംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. മെറ്റാസൈക്ലിക് ട്രിപ്പനോസോംസ് ആണ് ഇൻഫെക്റ്റീവ് സ്റ്റേജസ്. അത് അത്രത്തോളം നമുക്ക് ലൈഫ് സൈക്കിൾ ആവശ്യമില്ല, എങ്കിലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. Trypanosoma gambians lives as a parasite in the blood, lymph nodes, spleen or cerebrospinal fluid of man and the intestine of blood-sucking fly Glossina palpalis. ഈ സേസേ ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിമാണ് ഗ്ലോസിന പാൽപ്പാലിസ്. അപ്പോൾ വെക്ടർ ഓഫ് ട്രിപ്പനോസോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോസിന പാൽപ്പാലിസ് എന്ന് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ബ്രാക്കറ്റിൽ സേസേ ഫ്ലൈ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇവരെ എവിടെയൊക്കെ നമുക്ക് കാണാം? ഹ്യൂമൻ ബീങ്സിൻ്റെ ബോഡിയിലാണെങ്കിൽ ബ്ലഡിൽ, ലിംഫ് നോട്ട്സിൽ, സ്പ്ലീനിലും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലും ഒക്കെ കാണാം. ഇനി ഗ്ലോസിന പാൽപ്പാലിസിൻ്റെ ബോഡിയിലാണെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ കേട്ടോ. The parasite causes a disease called Gambian or West African sleeping sickness in human being. ഇപ്പോൾ ട്രിപ്പനോസോമ ഉണ്ടാക്കുന്ന ഡിസീസാണ് വെസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ
ഇത് ഒരു ടൈപ്പ് സ്ലീപ്പിംഗ് സിക്നസ് ആണ്, അല്ലെങ്കിൽ ഗാംബിയൻ ഫീവർ. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അത് ഇതുപോലെയുള്ള സ്ലീപ്പിംഗ് സിക്നസ്സുകളാണ് അതുണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സ്ട്രക്ചറാണ് ട്രിപ്പനോസോമയുടെ. ആൻറ്റീരിയർ ഈ കാണുന്ന മെംബ്രെയിൻ, ഇതാണ് അൺഡ്യുലേറ്റിംഗ് മെംബ്രെയിൻ. അതിൻ്റെ സർഫസിൽ കൂടെ ഫ്ലാജെല്ല പോകുന്നു. ആൻറ്റീരിയർലി അത് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇത് ന്യൂക്ലിയസ്, ഇത് കൈനറ്റോപ്ലാസ്റ്റ്. ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി ട്രിപ്പനോസോമ ഗാംബിയൻസ് പഠിച്ചതാണ്. Trypanosoma gambians has a slender, elongated, colorless sickle-celled body and flattened microscopic body which is tapering at both ends. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ്, കളർലെസ് ആണ്, രണ്ട് സൈഡും പോയിൻറ്റഡ് ആണ്. പക്ഷേ ആൻറ്റീരിയർ എൻഡ് അല്പം കൂടുതൽ പോയിൻറ്റഡ് ആണ്, പോസ്റ്റീരിയർ എൻഡ് ബ്ലണ്ട് ആണ്. ബോഡി ലെങ്ത് വേരീസ് ഫ്രം 15 to 30 microns and width 1 to 3 microns. Just posterior to basal granule, there is a small spherical or disc-shaped parabasal body or kinetoplast. Basal granules-ന്റെ തൊട്ട് താഴെയായിട്ട് എന്ത് കാണാം? Kinetoplast അല്ലെങ്കിൽ parabasal body കാണാം, which contains extranuclear DNA and hence it is a self-duplicating body. Its cytoplasm is differentiated into ectoplasm and endoplasm. അതിൻ്റെ ബോഡിയെ ഈ പറഞ്ഞ പോലെ സൈറ്റോപ്ലാസത്തിന് എക്ടോപ്ലാസം ഒന്നും എൻഡോപ്ലാസം ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സൈറ്റോപ്ലാസം കണ്ടെയ്ൻസ് ന്യൂമറസ് സ്കാറ്റേർഡ് ഗ്രീനിഷ് റിഫ്രാക്ടൈൽ ഡീപ്പ് സ്റ്റെയിനിങ് ഗ്രാനുൾസ് കോൾഡ് വോള്യൂട്ടിൻ ഗ്രാനുൾസ്. ഇതൊക്കെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നമുക്ക് കുറേ വോള്യൂട്ടിൻ ഗ്രാനുൾസ് ഒക്കെ ഒബ്സർവ് ചെയ്യാം. പിന്നെ വലിയ ഒരു ഓവൽ ഷേപ്പുള്ള വെസിക്കുലർ ന്യൂക്ലിയസ് ഉണ്ട്. ഇതിനെ ട്രോഫോ ന്യൂക്ലിയസ് എന്ന് പറയാറുണ്ട്. ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് എ ലാർജ് എൻഡോസോം സറൗണ്ടഡ് ബൈ ക്രോമാറ്റിൻ. ഇനി നമുക്ക് അതിൻ്റെ പാത്തോജെനിസിറ്റിയിൽ, അതിൻ്റെ ഡിസീസിലേക്കും അതിൻ്റെ സിംറ്റംസിലേക്കും ഒക്കെ പോവാം. Bite of an infected fly is usually followed by itching and irritation near the wound, and frequently a local dark red lesion develops. ആദ്യം അവിടെ ഒരു ചൊറിച്ചിൽ പോലെ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെയാണ് തോന്നുക മുറിവിൻ്റെ അടുത്ത്, ഈ സേസേ ഫ്ലൈ വന്ന് ബൈറ്റ് ചെയ്യുന്നിടത്ത്. അതിനുശേഷം അവിടെ ഒരു ഡാർക്ക് റെഡ് കളറിലെ ലീഷൻ വരും. In blood, the parasite multiplies and absorbs nutrients from it. നമ്മുടെ ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിനകത്തുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഇവർ അബ്സോർബ് ചെയ്തെടുക്കും. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് fever and headache develop, recurring at regular intervals, accompanied by increasing weakness, loss of weight and anemia. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഫീവർ വരും, പനി, തലവേദന, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇടവിട്ടുള്ള പനിയും തലവേദനയും വരുന്നു, പിന്നെ തളർച്ച വരുന്നു, വെയിറ്റ് കുറയുന്നു, അനീമിക് ആവുന്നു. ഇതെല്ലാം ഇതിൻ്റെ സിംറ്റംസ് ആണ്. യൂഷ്വലി ദ പാരസൈറ്റ് സക്സീഡ് ഇൻ പെനട്രേറ്റിംഗ് ദ ലിംഫാറ്റിക് ഗ്ലാൻഡ്സ്. പയ്യെ നമ്മുടെ ലിംഫ് ഗ്ലാൻഡ്സിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്നു. Because of its infection, lymphatic glands swell, and after it, the parasites enter the cerebrospinal fluid and brain, causing a sleeping sickness-like condition. അതിനുശേഷം പയ്യെ അത് ലിംഫാറ്റിക് ഗ്ലാൻഡ്സിനെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലിംഫാറ്റിക് ഗ്ലാൻഡ്സ് വീർക്കാൻ തുടങ്ങും. അതിനുശേഷം അവിടുന്ന് പയ്യെ നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്തിരിക്കുന്ന മെനിഞ്ചസിൻ്റെ ഉള്ളിലുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പയ്യെ ബ്രെയിനിലേക്ക് കടക്കുന്നു. അതിനുശേഷമാണ് പയ്യെ നമ്മൾ സ്ലീപ്പിംഗ് സിക്നസ് കണ്ടീഷനിലേക്ക് പോകുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് lethargic condition and recurrence of fever are the symptoms of its infection. ഇടവിട്ട് ക്ഷീണവും പനിയും ഒക്കെ വരുന്നത് ഇതിൻ്റെ സിംറ്റമാണ്. Trypanosoma gambians causes trypanosomiasis, most commonly referred to as sleeping sickness, leading to coma stage and finally resulting to the death of the patient. ഈ ട്രിപ്പനോസോമ ഉണ്ടാകുന്ന ഡിസീസിനെ ജനറലി ട്രിപ്പനോസോമിയാസിസ് എന്ന് പറയാറുണ്ട്. ഇത് ശരിക്കും സ്ലീപ്പിംഗ് സിക്നസ് എന്നാണ് നാച്ചുറലി നമ്മളൊക്കെ അറിയപ്പെടുന്നത്. അതായത് പയ്യെ ഈ ലതാർജിക് ആകുന്ന മനുഷ്യൻ ക്ഷീണം തോന്നി പയ്യെ അത് സ്ലീപ്പിംഗ് പോലെ ഒരു സ്റ്റേജിലേക്കൊക്കെ പോയി കോമയിലേക്ക് പോകുന്നു, ആൻഡ് ഫൈനലി പേഷ്യൻ്റ് മരിച്ചു പോകുന്നു. അതാണ് എൻ്റെ കണ്ടീഷൻ. The diagnosis is confirmed by examining fresh or stained peripheral blood, or by examining the cerebrospinal fluid obtained by lumbar puncture, or by examining the extract of enlarged lymphatic glands. ഈ ബ്ലഡിൽ ഇവർ ഈ ആനിമൽസ് പാരസൈറ്റ്സ് ഉണ്ടാവുന്നത് കൊണ്ട് ബ്ലഡ് എടുത്ത് എക്സാമിൻ ചെയ്താലോ, അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ അവരുണ്ടാവുന്നതുകൊണ്ട് അത് എടുത്ത് ഒബ്സർവ് ചെയ്താലോ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം, ഇവരുടെ പ്രസൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ആർസനിക് ആൻഡ് ആൻറ്റിമണി കോമ്പൗണ്ട്സ് വെർ അൺടിൽ റീസെൻ്റ്ലി used for the treatment, but now they are rarely used except for late stages when the parasites have invaded the central nervous system. ആർസനിക് ആൻറ്റിമണി കോമ്പൗണ്ട്സുമാണ് കുറേ നാളുകളായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ബെയർ 205, ഓൾസോ കോൾഡ് ആൻട്രിപ്പോൾ, ജമാനിൻ or suramine, and pentamidine or lomidine are now widely used for both treatment and prophylaxis of human infection. These drugs are low in toxicity, effective in treatment, and prevent reinfection for several months. ഈ ഡ്രഗ്സിൻ്റെ പേരുകൾ നേരത്തെ ഏൻഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നതൊക്കെ ഒന്ന് നോക്കി വെക്കണം.
ദെൻ പ്രിവെൻഷൻ. എപ്പോഴും അസുഖം വന്നു കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്? പ്രൊഫൈലാക്സിസ് ആണ്. വരാതെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാം? ബൈ ഇറാഡിക്കേറ്റിംഗ് വെക്ടേഴ്സ്. ഇതിൻ്റെ വെക്ടർ സേഫ്ലൈ ആണ്. അപ്പോൾ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക, നശിപ്പിച്ച് കളയുക എന്നാണ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ ദിസ് എൻഡമിക് ഏരിയ ഷുഡ് ബി കെപ്റ്റ് ക്ലീൻ ആൻഡ് റെഗുലർ സ്പ്രേ ഓഫ് ഇൻസെക്ടിസൈഡ്സ് ലൈക്ക് DDT ഈസ് സജസ്റ്റഡ്. ഇപ്പോൾ DDT പോലെയുള്ള DDT ഇപ്പം നമ്മൾ ബാൻഡാണ്, കുറേയൊക്കെ ബാൻഡാണ്, പക്ഷെ അതുപോലെയുള്ള ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്ത് ഈ സേഫ്ലൈയെ നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ കെയർ ഷുഡ് ബി ടേക്കൺ ടു കീപ് ദ റിസർവോയർ ഹോസ്റ്റ് ഫ്രീ ഫ്രം ഇറ്റ്സ് ഇൻഫെക്ഷൻ. ഈ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ ഇൻഫെക്ഷൻ വരാതെ നമ്മൾ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യണം. പ്രിവെൻറ്റീവ് മെഡിസിൻസ് ഷുഡ് ബി ടേക്കൺ ഫ്രീക്വൻ്റ്ലി ആൻഡ് പീരിയോഡിക്കലി വിച്ച് ഹെൽപ്പ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഫ്രം ഇൻഫെക്ഷൻ. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞത് ട്രിപ്പനോസോമ ഗാംബിയൻസിനെ കുറിച്ചാണ്. ട്രിപ്പനോസോമയ്ക്ക് വേറെയും സ്പീഷീസുകളുണ്ട്, അതിനെക്കുറിച്ചൊരു ജിസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. വേറൊരു സ്പീഷീസാണ് ട്രിപ്പനോസോമ ക്രൂസി. അതുണ്ടാക്കുന്ന ഡിസീസാണ് ചാഗാസ് ഡിസീസ്. അതൊരു സ്പെല്ലിംഗ് എററാണ്, ചാഗാസ് ആണ്, CHAGAS തന്നെയാണ് ചാഗാസ് ഡിസീസ് ഓർ അമേരിക്കൻ ട്രിപ്പനോസോമിയാസിസ്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു 2 phases. അതിനെ അക്യൂട്ട് സ്റ്റേജ് എന്ന് ക്രോണിക് സ്റ്റേജ് എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അക്യൂട്ട് സ്റ്റേജ് ആണെങ്കിൽ ട്രിപ്പനോസോമ റിസൈഡ്സ് ഇൻട്രാസെല്ലുലർ ആൻഡ് ഡിവൈഡ്സ്. ദെൻ ഇറ്റ് കംസ് ടു ദ ബ്ലഡ് സ്ട്രീം. ഹിയർ നോ മൾട്ടിപ്ലിക്കേഷൻ ഒക്കേഴ്സ്. ഓക്കെ, അധികം സെൽസ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തൊന്നും പോകത്തില്ല. സെല്ലിൻ്റെ ഉള്ളിലിരുന്നിട്ട് പിന്നെ പയ്യെ അത് ബ്ലഡ് സ്ട്രീമിലേക്ക് വരികയാണ് ചെയ്തത്. അറ്റ് ദിസ് സ്റ്റേജ് നോ സ്പെഷ്യൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഷോ. ആസ് എ റിസൾട്ട് ജനറലൈസ്ഡ് സൈൻസ് ആൻഡ് സിംറ്റംസ് മേ ഒക്കർ ആസ് ഹെഡേക്ക്, ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്, ഡയറിയ. അപ്പോൾ ഈ സമയത്ത് കാണാവുന്ന വളരെ ചെറിയ സിംറ്റംസ് എന്ന് പറയുന്നത് തലവേദന വരിക, വിശപ്പില്ലാതെ വരിക, വയറിളക്കം പോലെ വരിക, അതൊക്കെയാണ് അതിൻ്റെ സ്റ്റേജ്. ഇനി ക്രോണിക് ആണെങ്കിലോ, ഇത് അക്യൂട്ട് സ്റ്റേജിലാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ക്രോണിക് ആണെങ്കിൽ ദീസ് പാരസൈറ്റ് റിസൈഡ് ഇൻ ഹാർട്ട് ആൻഡ് മിഡ് ഗട്ട് and sometimes in hind gut, causing gigantism അല്ലെങ്കിൽ ജയൻറ്റിസം. മിഡ് ഗട്ട് ഇങ്ങനെ വലുതാവുന്ന കണ്ടീഷനൊക്കെ ഉണ്ടാകുന്നതാണ് ജയൻറ്റിസം എന്ന് പറയുന്നത്. അതാണ് ക്രോണിക് സ്റ്റേജിൽ വരുന്നത്. ഇനി വേറൊരു സ്പീഷീസാണ് ട്രിപ്പനോസോമ ബ്രൂസി. ഇറ്റ് കോസസ് എ ഡിസീസ് കോൾഡ് സ്ലീപ്പിംഗ് സിക്നസ്. അതിനെ സ്ലീപ്പിംഗ് സിക്നസ് എന്നാണ് വിളിക്കുന്നത്, പക്ഷെ അത് ആഫ്രിക്കൻ ട്രിപ്പനോസോമിയാസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഇസ് എ ഡിസീസ് ഇൻ വിച്ച് സിവിയർ മെൻ്റൽ റിട്ടാർഡേഷൻ ടേക്സ് പ്ലേസ്. ഇവിടെ മെൻ്റൽ റിട്ടാർഡേഷൻ വരെ നടക്കാമെന്നുള്ളതാണ് പ്രശ്നം. ആഫ്റ്റർ സം വീക്സ് ഇറ്റ് ഇൻവേഡ്സ് ടു ദ നെർവസ് സിസ്റ്റം. ദ ടൈം മേ വേരി ഫ്രം വീക്സ്. അത് കഴിഞ്ഞിട്ട് ചില സ്പീഷീസ്, ചില ആനിമൽസിൽ അത് വീക്സ് ആവാം, ചില മനുഷ്യരിലത് ഇയേഴ്സ് ആവാം. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തത് പയ്യെ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്നു. ദിസ് കോസ് എ പേഷ്യൻറ്റ് ടു ബി സെൻസ്ലെസ് ഡ്യൂറിങ് സ്ലീപ്പിംഗ്. അൾട്ടിമേറ്റ്ലി NS നെർവസ് സിസ്റ്റം റിട്ടാർഡ്സ്, ഇവൻച്വലി കോസിങ് ഡെത്ത്. പയ്യെ ഈ നെർവസ് സിസ്റ്റത്തിനെ അത് ഇൻവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പയ്യെ അത് സ്ലീപ്പിങ്ങിലേക്ക് പോവുകയും പയ്യെ നെർവസ് സിസ്റ്റം ഡീജനറേറ്റ് ചെയ്ത് റിട്ടാർഡ് ചെയ്ത് പോവുകയും അങ്ങനെ ഫൈനലി ഡെത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യും. അതാണ് ട്രിപ്പനോസോമ ബ്രൂസി ഉണ്ടാക്കുന്ന ആഫ്രിക്കൻ ട്രിപ്പനോസോമിയാസിസ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി അതിൻ്റെ സിംറ്റംസ് കണ്ടിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് കണ്ടു, അതുപോലെ പാത്തോജനിസിറ്റി കണ്ടു, ദെൻ ട്രീറ്റ്മെൻറ്റ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈലാക്സിസും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹെഡിങ് തിരിച്ച് തന്നെ നോട്ട്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക.